തീർച്ചയായിട്ടും. ഇദ്ദേഹം മുൻപേ ഞങ്ങളുടെ പിന്നെ കോട്ടയത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ശങ്കർ മോഹൻ പട്ടികജാതി വിഭാഗത്തിലുള്ള ജീവനക്കാരെ അപമാനിക്കുകയും പിന്നെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അതിനെ ന്യായീകരിച്ച് ആ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയ ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ പ്രായത്തെക്കാളും അയാൾക്ക് ജാതിക്കുരു നല്ലപോലുള്ള മനുഷ്യനാണ്. ഒന്നാമത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ SC/ST വിഭാഗത്തിന് 1.5 കോടിയുടെ ഫണ്ട് ഉണ്ടെങ്കിലും ആർക്കും കൊടുക്കാറില്ല. ഇതാർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ആ കൊടുക്കാത്തതിനെയാണ് ഇയാൾ ന്യായീകരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന്. ഡോക്ടർ ബിജു സാർ ഇവിടെ ഇരിക്കുവാണ്. 25ഓളം നാഷണൽ ഇന്റർനാഷണൽ അവാർഡുകൾ വാങ്ങിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരാളും ഒരു ഗുരുവായിട്ടില്ല. ലീല സന്തോഷ് ആദിവാസി മേഖലയിൽ നിന്ന് ആദ്യത്തെ സംവിധായികയാണ്. അപ്പം കരിന്തണ്ടൻ മൂപ്പനെ വെച്ചിട്ട് വയനാട്ടിൽ നിന്ന് കരിന്തണ്ടൻ മൂപ്പനെ വെച്ചിട്ട് സിനിമ എടുക്കാനായി ലൊക്കേഷൻ വരെ പ്ലാൻ ചെയ്തു. ഇതെല്ലാം ചെയ്ത ശേഷം അവർക്ക് പോലും ആ പൈസ കിട്ടിയില്ല. അപ്പൊ ഈ പൈസയൊക്കെ ഇവർ കൊണ്ടുപോകുന്ന ആർക്കാണ്? മറ്റുള്ളവർക്ക് വേണം കൊടുക്കുന്നത്. അല്ലാതെ SC/ST വിഭാഗത്തിന് ഇവർ പൈസ കൊടുക്കാറില്ല. അത് കിട്ടാറുമില്ല. ഞങ്ങൾക്കൊരു കഴിവ് തെളിയിക്കാൻ സാധിക്കാറുമില്ല. എന്നിട്ട് ഇയാളുടെയൊക്കെ വായിലിരിക്കുന്ന ഇത്തരം വർത്തമാനം ഞങ്ങൾ കേൾക്കേണ്ടി വരും. ഞങ്ങൾ അധിക്ഷേപിക്കുകയാണ്. അയാൾ എസ്പെഷ്യലി അയാൾ എടുത്തു പറഞ്ഞു വനിതകൾക്ക്, പട്ടികജാതിക്കാർക്കും വനിതകൾക്കും അയാൾ എടുത്തു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആരും കഴിവില്ലാത്ത ആൾക്കാരായതുപോലെയാണ്. നിങ്ങൾക്കറിയാവോ, ഇപ്പൊ ഇറങ്ങിയ കാന്താര സിനിമയുണ്ടല്ലോ, അതൊക്കെ കാന്താര സിനിമ എന്ന് പറയുന്നത് പഞ്ചുരുളി ദൈവത്തെക്കുറിച്ചുള്ള സിനിമയാണ്. ആ പഞ്ചുരുളി എന്ന് പറഞ്ഞത് കാസർഗോഡ് ജില്ലയിലെ എന്റെ കുടുംബത്തിലെ ഞങ്ങളെ വീട്ടില് പിന്നെ അമ്പലം പ്രതിഷ്ഠിച്ച് കെട്ടിയാടുന്ന ദൈവങ്ങളാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോഴേ കാണുന്ന ദൈവമാണ്. ഞങ്ങൾ കഞ്ഞി കുടിച്ചില്ലെങ്കിലും എല്ലാ വർഷവും ഈ ദൈവത്തെ കെട്ടിയാടും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറി ഇതൊക്കെ ഞങ്ങൾക്ക് ചരിത്രവും സ്റ്റോറിയും നന്നായിട്ട് അറിയാവുന്ന ഞങ്ങൾക്കാണ്. എന്റെ കൂട്ടത്തിൽ എന്റെ കുടുംബത്തിൽ സംവിധാനം പഠിച്ചവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ കാന്താര സിനിമ ചെയ്യാം. പക്ഷെ എവിടുന്നാണ് പൈസ? അങ്ങനെ കൊടുക്കില്ല, അങ്ങനെ കൊടുക്കത്തുമില്ല. അതിനെ ന്യായീകരിക്കാനാണ് ഇയാളൊക്കെ ഈ അവസാന കാലം ആവുമ്പോ ഇങ്ങനെ ഞങ്ങളെ അധിക്ഷേപിച്ചിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്കൊന്നും ഈ 1.5 കോടി കിട്ടാത്തത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് അയാൾ അങ്ങ് സ്ഥാപിക്കുവാണ്. PK റോസിക്ക് ഓടേണ്ടി വന്നൊരു സിനിമാ ലോകമാണ്. ഞങ്ങൾ എത്ര ഓടും? ഈ അരുൺ എന്ന് പറഞ്ഞു, ഇപ്പൊ കതിരവൻ മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് സിനിമ എടുക്കുന്ന അരുണുണ്ട്. അരുണ് ആദ്യത്തെ സിനിമ ഇറക്കിയ സമയത്ത് ഈ സെൻസർ ബോർഡിൽ ഒരു ലേഡിയുണ്ട്, ഉമാ നായർ എന്നാണ് ആ ലേഡിയുടെ പേര്. ആ ലേഡി കൊണ്ടുപോയി പൂജപ്പുര സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അരുണിനെതിരെ കേസ് എടുത്തു. പക്ഷെ പിറ്റേന്ന് നമ്മളൊക്കെ ഇടപെട്ട് സിനിമ ഇറക്കി. പക്ഷെ ഒരൊറ്റ തിയേറ്റർ പോലും അരുണിന് സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു മാഫിയ സംഘങ്ങളുടെ കയ്യിലിരുന്നിട്ട് ഞങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണമെങ്കിലും യുദ്ധം ചെയ്തു നേടണം. ആരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണമെങ്കിലും യുദ്ധം ചെയ്തു നേടണം. ഇതെന്തൊരു വൃത്തികെട്ട അവസ്ഥയാണെന്ന് അറിയാവോ? മന്ത്രി സജി ചെറിയാൻ കൂടി ഉണ്ടായിരുന്ന ഒരു വേദിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പരാമർശം ഉണ്ടായപ്പോൾ പലരും കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അതിൽ ഏറ്റവും വലിയ രസകരം. അതാണ് ഇപ്പൊ എന്നോട് തന്നെ പലരും വന്ന് പറയാറുണ്ട്. അതായത് നോൺ ദളിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പറയും, ധന്യ നിങ്ങളുടെ പേരിൽ ഒരു സിനിമ എടുക്കട്ടെ, നിങ്ങൾക്കാകുമ്പോൾ 1.5 കോടി അവിടെ നിന്ന് കിട്ടും, അത് ഞങ്ങൾക്ക് തന്നാൽ മതി, നിങ്ങളുടെ പേരിൽ ഞങ്ങൾ അത് ആക്കിയെടുക്കാം, അങ്ങനെ വരെ പറഞ്ഞ മനുഷ്യരുണ്ട്. അപ്പൊ അത്രയും ഞങ്ങളെ വഞ്ചിക്കാനായിട്ട് ഞാൻ നിൽക്കുവോ? ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? എനിക്ക് ഈ മനുഷ്യരെ കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ. ഞങ്ങളെ വഞ്ചിച്ചൂറ്റി ജീവിക്കുന്ന ഒരു സമൂഹമാണ് പുറത്തുള്ളതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ഈ പൈസയൊക്കെ ഇവര് കൊണ്ടുപോകുന്നത് അഥവാ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത വ്യക്തിക്കായിരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ വയനാട്ടിലെ ലീല സന്തോഷിന്, ആദിവാസി മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ സംവിധായിക ലീല സന്തോഷിന് കരിന്തണ്ടൻ മൂപ്പന്റെ സിനിമ ചെയ്യാനായിരുന്നു ആ പൈസ കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ കൊടുത്തില്ലല്ലോ. അങ്ങനെയൊന്നും കൊടുക്കൂല. എത്ര കഴിവ് തെളിയിച്ചാലും ഇവര് ഞങ്ങളെ അംഗീകരിക്കാനായിട്ട് കുറച്ച് പാടാണ്. അതാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാരുടെ അയാൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും സംവിധായകനൊക്കെയാണ്. അയാൾക്ക് നാഷണൽ അവാർഡും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണോ ഒരു സമൂഹത്തോട് പെരുമാറേണ്ടത്? അതേപോലെ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത് ഒരു മോശം സമരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ ചിട്ട കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കുകയാണ് ഉണ്ടായതെന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് സമരം നടത്തിയത്. ആ സ്ഥാപനം ഇപ്പോൾ ഒന്നുമല്ലാതായി പോയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന്. ഇയാളാണ് നശിപ്പിച്ചത്. ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് നമ്മുടെ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് PG ഫിലിം മേക്കിംഗ് കഴിഞ്ഞ് വന്ന ഒരു 5 പേരെങ്കിലും എനിക്കറിയാം. ആ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷം 5-10 പേർക്ക് തന്നെ അഡ്മിഷൻ കിട്ടാറുള്ളൂ. എന്നിട്ട് പോലും കഴിവുകൊണ്ട് അഡ്മിഷൻ എടുത്തിട്ട് വന്ന് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരറിയാം. ഒരാൾക്ക് മാത്രം പ്രൊഫസറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും സിനിമയിലൊന്നും അവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ PG ഫിലിം മേക്കിങ്ങിന് ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ തന്നെ നാഷണൽ ലെവലിലാണെന്ന് ഓർക്കണം. അപ്പൊ എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ കഴിവ് തെളിയിച്ച് പോകുന്ന ആൾക്കാരല്ലേ, അവരെ പോലും അംഗീകരിക്കാനായിട്ട് ഇവരാരും തയ്യാറാകാത്തത് എന്താണ്?
ഈ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ് ആ സ്ഥാപനത്തെ നശിപ്പിച്ചത്. ഡയറക്ടർ ശങ്കർ മോഹൻ, ഇവര് തമ്മിൽ ഒറ്റക്കെട്ടായിരുന്നു. അന്ന് അവിടെ ക്ലീനിങ്ങിന് വരുന്ന പട്ടികജാതി വിഭാഗത്തിലുള്ള സ്ത്രീയുടെ അടുത്ത് ശങ്കർ മോഹൻ ടോയ്ലറ്റിലെ ക്ലോസറ്റ് കൈകൊണ്ട് കഴുകിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനെ പ്രതികരിച്ചപ്പോഴാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ശങ്കർ മോഹനെ പിന്തുണച്ച് സംസാരിച്ചത്. അന്നാണ് ഇയാളുടെ സ്ഥാനം തെറിക്കുന്നത്. ഇയാള് ഭയങ്കര പഴയ ഒരു ജാതിക്കുരു ഉള്ളിൽ കൊണ്ടുവന്ന് ഇയാൾ വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് ചത്തുപോകും. ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കുന്ന ഈ മനുഷ്യൻ. അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം പുരോഗതി നേടിയ ഒരു സമൂഹത്തിലാണ് സ്ത്രീകളെ അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾക്ക് വേണ്ടി സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം വരേണ്ട ഒരു സമയം തന്നെയാണിത്. അയ്യോ, അങ്ങനെയൊന്നും അതൊക്കെ അവർ നേരവും കാലവും ഒക്കെ നോക്കിയിട്ടേ പ്രതികരിക്കുള്ളൂ. കാരണം ഇപ്പൊ ഇയാൾ പറഞ്ഞ സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നാണ്. അപ്പൊ സ്ത്രീകൾക്ക് മുന്നോട്ടേക്ക് കയറി വരണ്ടേ? അപ്പൊ സ്ത്രീകളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടണ്ടേ? അപ്പൊ ഇയാളെ പോലെ ഇങ്ങനെ ആൾക്കാർ മാത്രം കൊടുമുടി പോലെ അങ്ങ് നിന്നാ മതിയോ? ദുഷ്ടതയുടെ കൊടുമുടി പോലെ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇത്തരത്തിൽ വലിയൊരു മാഫിയാണ്. ആ മാഫിയയുടെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഈ അടൂർ ഗോപാലകൃഷ്ണനെ കാണുന്നുള്ളൂ. ഈ നമുക്കറിയാം, ഇപ്പൊ ഈ കൈയടിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരുന്ന്, അവരൊക്കെ തന്നെ അവരുടെ ഉള്ളിലും അതുണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. സീനിയർ ആയിട്ടുള്ള ഒരു സംവിധായകരും അടക്കമുള്ള ആളുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് വേദിയിൽ. അതെ, അതുകൊണ്ട് ഇത്രയും മന്ത്രിമാരുണ്ട്. അതെ, മന്ത്രിമാരുണ്ട്. പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തില്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാനിപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അവരാണ് പറഞ്ഞത്. അപ്പൊ വേദിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി മാത്രം അതിനെതിരെ അപ്പൊ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അത് അടൂർ ഗോപാലകൃഷ്ണൻ ഈ വിഷയം അങ്ങ് മാറ്റി മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവുകയും ചെയ്തു. ശേഷം സജി ചെറിയാൻ പ്രസംഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ പ്രതികരണം ഇനി പുറത്തേക്ക് വരട്ടെ. ഈ ജാതിയാണ് ഇതെന്നൊന്നും മനസ്സിലാക്കണം മനുഷ്യര്. കലാഭവൻ ചേട്ടൻ, മാളാരവിന്ദൻ ചേട്ടൻ തൊട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ ഇടയിൽ നിന്ന് കഴിവ് തെളിയിച്ച ആൾക്കാരിയ്ക്കുവാണ്. അപ്പോ എന്നിട്ട് പോലും ഞങ്ങൾ ഇപ്പൊ ഈ കാലത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ 40,000 50,000 രൂപ എന്തോ കൊടുക്കുന്നത്, അതുപോലും ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇവരൊക്കെ ഈ പറയുന്നത് ഫേക്കാണ്. ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലും വരുതിക്കും അകത്തുള്ള ഒരു നിയമത്തെ ഞങ്ങൾക്ക് വേണ്ടി ഭേദിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതിന് പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം. അതിന് നല്ല ബാക്ക് ബോൺ ഉള്ള മന്ത്രി വേണം. നല്ല ബാക്ക് ബോൺ ഉള്ള ആൾക്കാർ ഇവിടെ ജനിക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ ബ്രേക്ക് ചെയ്ത് വരാൻ പറ്റൂ. ഈ ഫണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടാത്തതിന് പിന്നിലും ഇതുപോലുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ഒന്നും കൂടെ മനസ്സിലാവുകയാണ്, ഒന്നും കൂടെ വ്യക്തമാവുകയാണ്. പറയുന്നുണ്ടല്ലോ, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പലപ്പോഴും, എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നാണ് അടൂർ ഇപ്പോൾ പറഞ്ഞത്. ആയിരിക്കും, ഇയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുക, ഈ ഫണ്ട് ആർക്കും കൊടുക്കാതിരിക്കുക. അപ്പൊ എവിടെന്നെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ഈ ഡയലോഗ് ഇയാൾ പിന്നെയും പറയും. ഇയാളൊക്കെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഈ നാവ് കൊണ്ടാണ്. ഇയാളൊക്കെ നിലനിൽക്കുന്നത് തന്നെ. ഇയാളൊക്കെ മരിക്കും മുമ്പ് ഇത്രയും ദുഷ്ടത ചെയ്തിട്ട് പോയതിന് ഇയാളൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഒരു കമ്മ്യൂണിറ്റിയെയും ആണ് മുഴുവനായിട്ട് അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇത്രയും കഴിവ് തെളിയിച്ച മനുഷ്യര് ഞങ്ങളുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതെ പോകണം. അപ്പൊ ഇത്രയും കഴിവ് തെളിയിച്ച മനുഷ്യരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. ആ വേദിയിൽ എനിക്കൊന്ന് ഡോക്ടർ ബിജു സാർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിജു സാർ ഉണ്ട്. അപ്പം ഏകദേശം 25ഓളം നാഷണൽ ഇന്റർനാഷണൽ അവാർഡ് മേടിച്ച മനുഷ്യർ അവിടെ ഉണ്ട്. ആ മനുഷ്യരുടെ മുമ്പ് തന്നെ അവരെ കൂടി കളിയാക്കുന്ന രീതിയിൽ നിന്നെയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.